ജയ് മീഡിയയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. കണ്ണൂരിനും തലശ്ശേരിക്കുമിടയിൽ ടൂറിസം ഭൂപടത്തിൽ സ്ഥാനം പിടിച്ച മുഴപ്പിലങ്ങാട് ബീച്ചിൽ നിന്നും വടക്കുഭാഗത്തായുള്ള കടൽത്തീരമാണ് ഏഴര കീഴുന്ന ബീച്ച്. ഏഴഴകോടെ സുന്ദരിയായ ഈ കടൽത്തീരവും കടലും ഇന്ന് വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന ഇടമാണ്. പണ്ടൊക്കെ ഈ നാട്ടുകാർ വൈകുന്നേരങ്ങളിൽ വിശ്രമത്തിനായി എത്തുന്നത് ആനക്കൂട്ടങ്ങൾ പടിഞ്ഞതുപോലെ തോന്നിക്കുന്ന ചേരക്കല്ലിലാണ്. ഈ ചേരക്കല്ലിനുമുണ്ടൊരു ചരിത്രം. മക്കയിലേക്ക് പോയ ചേരമാൻ പെരുമാൾ യാത്രാമധ്യേ ഈ കല്ലിലിരുന്ന് വിശ്രമിച്ചതിനാലാണ് ചേരക്കല്ലെന്ന പേര് വന്നത് എന്ന് പറയപ്പെടുന്നു. ഏഴര കടപ്പുറത്തിനും ആ പേര് വന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട്. കണ്ണൂരിൽ നിന്നും തലശ്ശേരിയിൽ നിന്നും 7.5 നാഴിക സഞ്ചരിച്ചാൽ ഇവിടെ എത്താം. അങ്ങനെ ആവാം ഈ പേര് വന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇവിടം. ഈ കടലിലെ കല്ലുമ്മക്കായ രുചിയിൽ മുൻപന്തിയിലാണ്. അതുപോലെ തന്നെ മറ്റു മത്സ്യങ്ങളും ഞണ്ട് തുടങ്ങിയവയും. ഇവിടുന്ന് കല്ലുമ്മക്കായി ആൾക്കാർ വന്ന് വാങ്ങിച്ചിട്ടും സിറ്റിയിൽ നിന്നെല്ലാം വന്ന് കണ്ണൂരിൽ നിന്നെല്ലാം പല ഭാഗത്തുനിന്നും വന്നിട്ട് ഇവിടുന്ന് വാങ്ങിച്ചിട്ട് പോകുന്ന കുറേ കച്ചവടക്കാരുണ്ട്. അവരെല്ലാം സ്ഥിരമായിട്ട് ഇവിടുന്ന് വാങ്ങിച്ചിട്ട് പോകുന്ന കൂട്ടും നാട്ടുകാരെല്ലാം ആവുന്ന ഇവിടുന്ന്. പിന്നെന്ന് പറഞ്ഞാൽ ഈ കല്ലുമ്മക്കായി പൊടിപ്പിട്ട സമയത്ത് എന്ന് വെച്ചാൽ ഈ ഭാഗത്തുള്ള പരിസരമുള്ള സ്ത്രീകൾ വന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഇവിടെ തലപ്പുറത്തേക്ക് വാങ്ങിക്കാറുണ്ട്. അത് നല്ല ടോപ്പ് ഇറച്ചിയായിരിക്കും ആ വലിപ്പത്തിനനുസരിച്ചിട്ട്. ചെക്ക്യാൻ കല്ല്, ചാമുണ്ടിക്കല്ല്, ചേരക്കല്ല്, എടപ്പേത്ത് പാറയുമാണ് കല്ലുമ്മക്കായ സമൃദ്ധിയായി വളരുന്നിടം. ചേരക്കല്ലിന് മുകളിൽ നിന്ന് നോക്കിയാൽ കണ്ണൂർ കോട്ടയും തലശ്ശേരി കോട്ടയും അടങ്ങുന്ന ഏകദേശം 25 കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന കടൽ തീരം കാണാം. ഏഴരയിൽ പാറാപ്പള്ളിയും കീഴുന്ന കടപ്പുറത്ത് ഗുഹാക്ഷേത്രവും ഇതിനോടനുബന്ധിച്ച് ചെറിയ കുളവുമുണ്ട്. മഴക്കാലത്ത് പാറക്കല്ലിന് മുകളിൽ നിന്ന് വെള്ളച്ചാട്ടവും ഉണ്ടാവും. ഇതൊക്കെ ആസ്വദിക്കേണ്ടത് തന്നെയാണ്. ഉപകാരങ്ങളിലെ ഇങ്ങനെ ചേരക്കല്ലിനെ പറ്റി പല ചരിത്രവും പറയുന്നു. ചേരമാൻ പെരുമാൾ യാത്രയിലെ കീഴിട്ടാണ് ശ്രമിച്ച സ്ഥലമെന്നും പറയുന്നുണ്ട്. മതപ്രവർത്തനമായിട്ട് പള്ളിയും ഗുഹകളും മറ്റുള്ളതെല്ലാം ഒത്തിളക്കി പോകുന്നൊരു സ്ഥലം ചേര കിഴുന്നതാണ് മേഖല. സ്റ്റേജിൽ പ്രാതിനിധ്യമൊന്നുമില്ല. അത് രണ്ടും കൂടി ഒന്ന് വളഞ്ഞു വരുമ്പോൾ ഒറ്റ കടപ്പുറം, 2 കടപ്പുറം പോകും. കുട്ടികളിലെ കോട്ടത്തിലാണ് വിദേശികൾ ഇവിടെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്. കടപ്പുറം മറ്റുള്ള മലിനീകരണങ്ങളൊന്നുമില്ല, മറ്റുള്ള വേസ്റ്റുകളൊന്നുമില്ല. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കൂടുതലായിട്ട് വിദേശികൾ ആഗ്രഹിക്കുന്നത്. ഇന്ന് വളരെയധികം റിസോർട്ടുകൾ ഈ കടലിന് അഭിമുഖമായി സ്ഥാനം പിടിച്ചിരിക്കുന്നു. വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന ഏഴര കീഴുന്ന ബീച്ച് ടൂറിസത്തിന്റെ അനന്ത സാധ്യതകളുള്ള ഒരു കടൽ തീരമാണെന്നതാണ് യാഥാർത്ഥ്യം. തീരദേശ റോഡ് പോലുള്ള വികസനങ്ങൾ ഈ കടലോരത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കും. ജയ് മീഡിയയുടെ അടുത്ത അധ്യായവുമായി വരുന്നതുവരെ സ്റ്റേ ട്യൂൺഡ്.